ഹായ് ഹലോ, ജോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദുബായിൽ നിന്ന് അജ്മാൻ വരെയുള്ളൊരു യാത്രയാണ്. അതായത് യാത്രയിലുള്ള കാര്യങ്ങൾ, അതായത് അവിടുത്തെ സൗകര്യങ്ങൾ, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയുടെ ഇൻട്രോക്കായി നമ്മൾ എടുത്തൊരു ഫൂട്ടേജ് ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഏകദേശം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഉള്ള വിഷ്വൽസ് മാത്രമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് എഡിറ്റിംഗ് സമയത്ത് മിസ്സായിപ്പോയതാണ്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കടക്കാം. വോയിസ് ഞാൻ പിന്നെയാണ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. മാക്സിമം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഏകദേശം 45 to 50 കിലോമീറ്ററിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട് ദുബായിൽ നിന്ന് അജ്മാൻക്ക്. അവിടേക്ക് പോകുമ്പോൾ ബസ്സിനാണ് അവിടേക്കുള്ള ഏറ്റവും മികച്ചൊരു സൗകര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈറ്റ് സീയിങ് ആയിട്ടുള്ള കുറച്ച് ഡബിൾ ഡെക്കർ ബസ്സാണ് നമ്മൾ അതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കുറേ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ലെങ്ത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. സൗകര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെ യാത്രയിലുടനീളം നമുക്കൊരു മരുഭൂമിയിൽ കാണുന്ന സൗകര്യങ്ങൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ നിർമ്മിതിയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പൂന്തോട്ടം പോലെ തന്നെ എല്ലാ സിറ്റികളും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഒരു മരുഭൂമിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പൂന്തോട്ടം കണക്കെ റോഡിൻ്റെ സൈഡിലും ഡിവൈഡർ, നമ്മുടെ നാട്ടിലേക്ക് ഡിവൈഡർ പോലെ അവിടെ ഒരു സെൻറ്ററിലൊരു ഇതിട്ടിട്ട്, നമ്മുടെ നാട്ടിൽ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും അവരൊരു പൂവായിട്ടായാലും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണിനെ കുറച്ചും കൂടി കാണുന്ന രീതിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെ അവർക്ക് പച്ചപ്പ് ഉൾപ്പെടുത്താൻ പറ്റുമോ അവരത് മാക്സിമം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ വിഷ്വൽസിൽ മനസ്സിലാവുന്നുമുണ്ട്. കുറച്ച് കാലം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു മേഖലയായിട്ട് വീണ്ടും കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഒരു രീതിയിലോട്ട് അവിടുത്തെ പ്രകൃതി മാറാനുള്ള ചാൻസ് ഉണ്ട്. ദുബായ് നമ്മളെ മനുഷ്യനിർമ്മിതി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മനുഷ്യനിർമ്മിതി ആയിട്ടുള്ളതാണ്. എണ്ണയുടെ കണ്ടുപിടുത്തത്തോടാണല്ലോ പിന്നെ ഗൾഫ് മേഖല മുഴുവനായിട്ടും ഒരു വ്യാവസായിക വിപ്ലവത്തിന് ഒരു മാറ്റം കുറിച്ചതെന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരാളും ചെന്നെത്തിപ്പെടാത്ത, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും കുറഞ്ഞ കാലത്തിലുള്ള 1960 ആണ് പറയപ്പെടുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ആ സമയത്തിന് ശേഷം ഇത്രയും കാലത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അവിടെ ഇത് കണ്ടെത്തപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അത്രയും സമയം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ഡെവലപ്മെൻറ്റ് അത് നമുക്ക് അവിടെ പോയിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സൗകര്യങ്ങളിലും ഒരു യൂറോപ്പ് രാജ്യങ്ങളിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഒക്കെ പറയുമ്പോഴും നമ്മുടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ 1-2 സംസ്ഥാനങ്ങൾ കൂട്ടി വെച്ചാൽ കിട്ടാവുന്ന വലുപ്പമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്ഥലത്തുള്ള നിർമ്മിതി മതി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ ഇന്ത്യയെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അത് അവരുടെ
എല്ലാ മേഖലയിലും അത് അവരാ വൈദഗ്ധ്യം, അവരുടെ ദീർഘവീക്ഷണവും കാര്യങ്ങളും, അവർ ചെയ്യുന്ന ഓരോരോ പ്ലാനുകളായാലും അത് നമുക്ക് മനസ്സിലാകണമുണ്ട്. ആ ഒരു സൗകര്യം അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ബസ്സിലിരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേറെ പല വീഡിയോസിലും കണ്ടിട്ടുള്ള വേറെ യൂറോപ്യൻ രാജ്യങ്ങളുടെ വീഡിയോസുമായിട്ടൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യമായാലും റോഡിൻ്റെ സൗകര്യമായാലും അവിടുത്തെ റോഡിൽ കാണിക്കുന്ന മര്യാദയായാലും ഡ്രൈവിങ്ങിലുള്ള മര്യാദകളായാലും അവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന നിർമ്മാണ രീതിയായാലും അതിൻ്റെ കാഴ്ചയുടെ രീതിയാണെങ്കിലും അതെല്ലാം നമുക്ക് ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ളതാണ്. ഒരു വിസിറ്റർ എന്ന നിലയിൽ ഒരിക്കലും അത് മടുപ്പ് തോന്നിക്കില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പള്ളിയൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പള്ളി അത്രയും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കാണുമ്പോൾ ദുബായിൽ നമ്മൾ എന്ന് യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു സൈഡ് മുഴുവൻ വർക്കുകൾ നടക്കുന്നത് കാണാൻ കഴിയും. കുറച്ച് ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ദുബായിലെ ഷാർജ ലൈബ്രറി. ഷാർജ ലൈബ്രറി. ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഓരോ നിർമ്മിതിയും അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും പുതിയ പുതിയ ഓരോ ചെറിയ സ്ഥലങ്ങളിലും അവരത് മാക്സിമം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് അവരത് മാക്സിമം എല്ലാവർക്കും ഉതകുന്ന, എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ണിന് കാഴ്ച എല്ലാ ആൾക്കാർക്കും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ വർക്കുകൾ ഒരിക്കലും തീരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എത്ര അവിടേക്ക് പോയിട്ടും, ഇന്നലത്തെ ഒരു കണക്ക് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 53 ലക്ഷം വിസിറ്റ് മാത്രം ആ ഒരു ചെറിയ രാജ്യത്തേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. 2 മാസത്തെ വിസിറ്റിന് മാത്രം വന്നവർ. അപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം ജോലി കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിലും എല്ലാ മേഖലയിലും അവിടെ അവസരങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ആൾക്കാരുടെ ജോലി തേടിയുള്ള ആൾക്കാരുടെ ഒഴുക്ക് ഒരിക്കലും നിൽക്കാത്തത്. എല്ലാവരും പറയുന്നുണ്ട് ഗൾഫിൻ്റെ അവസ്ഥ കഴിഞ്ഞു എന്ന്. ഒരിക്കലുമില്ല. അവിടെ അവസരങ്ങൾ തേടി വരുന്നവർക്ക് അത് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവസരമുണ്ട്. അത് അവരവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവരവർ കണ്ടെത്തുന്നിടത്ത് മാത്രമേ അത് കിട്ടുന്നുള്ളൂ എന്ന് മാത്രം. ആ നിലക്ക് മാത്രമാണ് പല ആൾക്കാരും പറയുന്നത് ദുബായിൽ ഇപ്പോൾ പഴയ പോലെ അവസരങ്ങളില്ല എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാതെ ഞാൻ
ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കണില്ല. ഇത്രയും കാര്യങ്ങൾ അടുത്ത് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.